ഈ ഫോർച്യൂണർ വണ്ടികൾ പ്രധാനമായിട്ട് ആളുകൾ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? അതായത് കംഫർട്ടാണ് പ്രധാനമായിട്ട് ഈ ആളുകൾ ഈ ഫോർച്യൂണർ വണ്ടികളിൽ തിരഞ്ഞെടുക്കാൻ കാര്യം ഇച്ചിരി എക്സ്പെൻസീവാണ് ഈ വണ്ടി. എന്നാൽ തന്നെയും ഒരു നല്ലൊരു കംഫർട്ട് ആഗ്രഹിക്കുന്നവർ ഈ വണ്ടി പർച്ചേസ് ചെയ്യും. അതായത് ഇപ്പോൾ തന്നെ ഇവിടെ കണ്ടില്ല, ഇനി ഇതിൽ തന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, നമുക്ക് നല്ലൊരു ലെഗ് സ്പേസ്. ഇതിപ്പോൾ ഫ്രണ്ട് സീറ്റിൽ, അതായത് ഡ്രൈവിംഗ് സീറ്റിലായാലും ബാക്കിലായാലും എവിടെയായാലും ഒരു ലെഗ് സ്പേസ്, എന്താ പറയുക, നല്ലൊരു കംഫർട്ട് സോണ് ഈ ഫോർച്യൂണർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഡിസൈൻസൊക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ഇത് കണ്ടില്ലേ, നല്ലൊരു ലെതർ ഫിനിഷിലായിട്ടുള്ളൊരു സ്റ്റിയറിങ്, മാത്രമല്ല മണ്ടയ്ക്കൊരു കോട്ടിങ് നല്ലൊരു സ്റ്റിയറിങ് ടൈപ്പ്, നല്ല സ്വിച്ചസൊക്കെ ആണെങ്കിലും നല്ല ഡിസൈൻസിൽ കൊടുത്തിട്ടുണ്ട്. AC വിൻസ് ആയാലും സ്പീക്കേഴ്സൊക്കെ മിക്ക കാറുകളിലും ഇങ്ങനെ തന്നെയാണ് വരാറ്. സ്പീക്കേഴ്സൊക്കെ നമ്മുടെ ഡാഷ്ബോർഡ് തന്നെ നോക്കിയാൽ നല്ലൊരു പ്ലെയിൻ ടൈപ്പിൽ നല്ലൊരു ഡിസൈനായിട്ട് ഇങ്ങനെ ഒരു ആർക്ക് പോലെ പോയിട്ടുണ്ട്. നല്ലൊരു ഇൻറ്റീരിയറാണ് ഫോർച്യൂണറിനുള്ളത്. ഇപ്പോൾ ബാക്കിലേക്ക് നോക്കിയാൽ തന്നെ നല്ലൊരു അടിപൊളി ഒരു ലുക്കാണ്. നല്ലൊരു റോയൽ ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു വണ്ടിക്ക് തിരിക്കുമ്പോൾ. കൊടുക്കുന്ന കാശിന് നല്ല വർത്തായിട്ടുള്ള നല്ലൊരു വണ്ടിയാണിത്, ടൊയോട്ട ഫോർച്യൂണർ. പിന്നെ ഓട്ടോമാറ്റിക്കാണ്, അതെല്ലാവർക്കും അറിയാം. ഓഫ് റോഡ് എല്ലാത്തിനും പറ്റിയ നല്ലൊരു സൂപ്പർ വണ്ടിയാണിത്. ഇത് ഓട്ടോമാറ്റിക്കാണ്, ഓഫ് റോഡിനും എല്ലാം പറ്റിയ നല്ല സൂപ്പർ ഒരു വണ്ടിയാണ് ഈ ടൊയോട്ട ഫോർച്യൂണർ. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ടൊയോട്ടയുടെ ഫോർച്യൂണർ, ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടി. മാത്രമല്ല ഇതേ ഒരു സെയിം ഫീൽ തന്നെയാണ് നമ്മുടെ ടൊയോട്ട ഹൈലക്സിനകത്തും കിട്ടാറ്. മാത്രമല്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു ഹൈലക്സും ഇതും തമ്മിൽ ഒരു സീറ്റിംഗ് കംഫർട്ട് രണ്ടും ഏകദേശം ഒരു സെയിം ആയിട്ടുള്ള ഇതാണ്. ടൊയോട്ട ഹൈലക്സും നമ്മുടെ ടൊയോട്ട ഫോർച്യൂണറും നല്ലൊരു സീറ്റിംഗ് കംഫർട്ടിനും ഓഫ് റോഡിനും പറ്റിയ വണ്ടിയാണ്. എനിക്കിഷ്ടപ്പെട്ടു ഇത് ടൊയോട്ട ഫോർച്യൂണർ.